ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സോഫ്റ്റ്വെയർ പ്രൊജക്ട് മാനേജ്മെൻറ്റിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ സൈസ് എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഫംഗ്ഷൻ പോയിൻ്റ് അനാലിസിസ് വെച്ചിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫംഗ്ഷൻ പോയിൻ്റ് അനാലിസിസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പഠിച്ചിരുന്നു. ആൽബ്രക്റ്റ് എന്ന് പറയുന്ന ആൾ ഫങ്ഷണൽ യൂണിറ്റ്സിനെ 5ആയിട്ട് കാറ്റഗറൈസ് ചെയ്തു. ദെൻ ആ ഓരോ കാറ്റഗറിക്കും ലോ, ആവറേജ്, ഹൈ എന്ന് പറയുന്ന വെയിങ് ഫാക്ടേഴ്സ് അസൈൻ ചെയ്തു. ദെൻ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേറ്റീവ് വെയിങ് ഫാക്ടർ വെച്ചിട്ട് ഓരോ ഫങ്ഷണൽ യൂണിറ്റ്സിൻ്റെ കൗണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്ത് ടോട്ടൽ അൺഅഡ്ജസ്റ്റഡ് ഫങ്ഷണൽ പോയിൻറ്റ്സ് കണ്ടുപിടിക്കുന്നു. ദെൻ ഈ ഓരോ ഫങ്ഷണൽ പോയിൻറ്റ്സിനെ നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടോട്ടൽ ഡിഗ്രി ഓഫ് ഇൻഫ്ലുവൻസ് TDI എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 14 ഡിഗ്രീസ് ഓഫ് ഇൻഫ്ലുവൻസസ് IFPUG ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ 0 തൊട്ട് 5 വരെ മിനിമൽ, ആവറേജ്, മാക്സിമം എന്ന രീതിയിൽ നമ്മൾ റേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മൾട്ടിപ്ലിക്കേറ്റീവ് ഫാക്ടർ വെച്ചിട്ട് നമ്മൾ TDI എസ്റ്റിമേറ്റ് ചെയ്ത് ആ TDI കോംപ്ലക്സിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ മെട്രിക്സിനോടൊപ്പം മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട CAF കിട്ടും. then ഈ CAF വെച്ച് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ടോട്ടൽ ഫംഗ്ഷൻ പോയിൻറ്റ്സിനെ പറ്റിയിട്ടുള്ള വാല്യൂ കിട്ടും. സോ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ടുള്ള മറ്റൊരു പ്രോബ്ലം നോക്കാം. കൺസിഡർ പ്രോജക്റ്റ് വിത്ത് ദ ഫോളോയിങ് ഡേറ്റ: എക്സ്റ്റേണൽ ഇൻപുട്ട് വിത്ത് ലോ കോംപ്ലക്സിറ്റി 10, എക്സ്റ്റേണൽ ഇൻപുട്ട് വിത്ത് ഹൈ കോംപ്ലക്സിറ്റി 10, external output with average complexity 15, external enquiries EQ with average complexity 13, internal logic files with high complexity 2, internal logic files with low 2, external interface files with average is equal to 7. The system has a very high transaction rate and supports multiple communication protocols. Calculate the adjusted as well as unadjusted function points. Unadjusted function point കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഈ ടേബിൾ നമ്മളെപ്പോഴും മെമ്മറൈസ് ചെയ്ത് വെക്കണം. ഓരോ ഫംഗ്ഷൻ യൂണിറ്റ്സിൻ്റെ ലോ, ആവറേജ്, ഹൈ വാല്യൂസ് നമ്മൾ മെമ്മറൈസ് വെച്ചെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ സം ഓഫ് ഓൾ ദ ഫങ്ഷണൽ യൂണിറ്റ്സ് ഇൻറ്റു ഇറ്റ്സ് റെസ്പെക്റ്റീവ് വെയിങ് ഫാക്ടേഴ്സ്, അതാണ് ശരിക്കും പറഞ്ഞാൽ അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റ്സ്. സോ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ലോയിലുള്ളത് 10. സോ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് 10 ഇൻറ്റു അതിൻ്റെ ലോ എന്ന് പറയുന്ന വാല്യൂ 3. സോ 10 ഇൻറ്റു 3 പ്ലസ് ദെൻ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഹൈയിലുള്ളത് 10 ഇൻറ്റു ഹൈയുടെ ഈക്വലൻ്റ് വെയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 6. സോ 10 ഇൻറ്റു 6 പ്ലസ് എക്സ്റ്റേണൽ ഔട്ട്പുട്ട് 15, ആവറേജ് എക്സ്റ്റേണൽ ഔട്ട്പുട്ട്. സോ 15 ഇൻറ്റു 5. ദെൻ എക്സ്റ്റേണൽ എൻക്വയറീസ് 13 ആവറേജ്. സോ എക്സ്റ്റേണൽ എൻക്വയറീസിൻ്റെ ആവറേജിൻ്റെ വാല്യൂ 4. 13 ഇൻറ്റു 4 പ്ലസ് ഇൻറ്റേർണൽ ലോജിക് ഫയൽസ് ഹൈ കോംപ്ലക്സിറ്റി ഉള്ളതിൻ്റെ ഹൈയുടെ വാല്യൂ 15 ആണ്. സോ 15 ഇൻറ്റു 2 പ്ലസ് ഇൻറ്റേർണൽ ലോജിക് ഫയൽസ് ലോ കോംപ്ലക്സിറ്റി ഉള്ള 2. സോ ലോ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 7 ഇൻറ്റു 2 14 പ്ലസ് എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ് 7. സോ 7 എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസിൻ്റെ ആവറേജ് ആണ്. സോ 7 ഇൻറ്റു 7 49. സോ ഇതെല്ലാം കൂടെ നമുക്ക് സമ്മപ്പ് ചെയ്യുമ്പോൾ 310 എന്ന് പറയുന്നത് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റ്സ് നമ്മൾ കണ്ടുപിടിച്ചു. ദെൻ ഈ അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റ് നമ്മൾ അഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റായിട്ട് അല്ലെങ്കിൽ നോർമലൈസ്ഡ് ഫംഗ്ഷൻ പോയിൻ്റായിട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ TDI കണ്ടുപിടിക്കണം. TDI കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 14 ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അത് വെച്ചിട്ടുള്ള സമ്മപ്പാണ് കണ്ടുപിടിക്കുന്നത്. ആ 14 ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്ന 2 കാര്യങ്ങളാണ് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്: ട്രാൻസാക്ഷൻ റേറ്റും മൾട്ടിപ്പിൾ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോക്കോൾസും. ഇറ്റ് സപ്പോർട്ട്സ് വെരി ഹൈ എന്നാണ് തന്നിരിക്കുന്നത്. ഓർക്കുക, ട്രാൻസാക്ഷൻ റേറ്റും ഡാറ്റ കമ്മ്യൂണിക്കേഷൻസും വെരി ഹൈ ആണെന്ന് തന്നിട്ടുണ്ട്. വെരി ഹൈ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം വാല്യൂ ആണ് അതിൻ്റെ റേറ്റിംഗ് ഫാക്ടറിൽ എടുക്കേണ്ടത്. സോ 2 പാരാമീറ്റേഴ്സ്, ഡാറ്റ കമ്മ്യൂണിക്കേഷനും ട്രാൻസാക്ഷൻ റേറ്റും, ഈ പറയുന്ന ഈ 14 ക്യാരക്ടറിസ്റ്റിലെ 2 പാരാമീറ്റേഴ്സ് വെരി ഹൈ ആണ്. അത് നമ്മുടെ പ്രൊജക്റ്റ് ആപ്ലിക്കബിൾ ആണ് എന്നാണ് പറയുന്നത്. സോ നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ TDI വരുന്നത് എത്രയാണ്? ഈ 2 പാരാമീറ്റേഴ്സ് ഹൈ ആണ്. സോ 5 + 5 = 10. ബാക്കിയുള്ള പാരാമീറ്റേഴ്സ് ഓർ ക്യാരക്ടറിസ്റ്റിനെ പറ്റി നമ്മളോട് പറഞ്ഞിട്ടില്ല. സോ അതിനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം ഇല്ല. സോ TDI എന്ന് പറയുന്നത് നമുക്ക് 10 എന്ന് കിട്ടി. ദെൻ
complexity adjustment factor is equal to 0.65 plus 0.01 into TDI, which is equal to 0.65 plus 0.01 into 10, which is equal to 0.75 കിട്ടി. ദെൻ നമുക്ക് നോർമലൈസ്ഡ് ഫംഗ്ഷൻ പോയിൻ്റ് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് ഇൻറ്റു CF മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് ഓൾറെഡി നമ്മൾ 310 കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇൻറ്റു ഇപ്പോൾ കണ്ടുപിടിച്ച കോംപ്ലക്സിറ്റി അഡ്ജസ്റ്റ്മെൻറ്റ് ഫാക്ടർ ആയിട്ടുള്ള 0.75 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 233 എന്ന് പറയുന്ന വാല്യൂ കിട്ടും. ഇനി വേറൊരു പ്രോബ്ലം നോക്കാം. An application of the following: 10 low external inputs, 12 high external outputs, 20 low internal logic files, 15 high external interface files, 12 average external inquiries, and a value of complexity adjustment factor of 1.10. Compute the unadjusted and adjusted function point counts. സോ അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫംഗ്ഷൻ യൂണിറ്റ്സിൻ്റെ കാറ്റഗറി വെച്ച് അതിൻ്റെ ഇക്വലൻ്റ് വെയിങ് ഫാക്ടേഴ്സായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 10 ലോ എക്സ്റ്റേണൽ ഇൻപുട്സിൻ്റെ ലോ, സോ 10 into 3 30 പ്ലസ് 12 ഹൈ എക്സ്റ്റേണൽ ഔട്ട്പുട്ട്സിൻ്റെ ഹൈ വെയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 7 ആണ്. സോ 12 into 7 84 പ്ലസ് 20 ലോ ഇൻറ്റേർണൽ ലോജിക് ഫയൽസിൻ്റെ ലോ വാല്യൂ എന്ന് പറയുന്നത് 7 ആണ്. സോ 20 into 7 140. ദെൻ 15 ഹൈ എക്സ്റ്റേണൽ ഇൻ്റർഫേസ് ഫയൽസ് എന്ന് പറയുന്നതിൻ്റെ ഹൈ വെയിങ് ഫാക്ടർ എന്ന് പറയുന്നത് 10 ആണ്. സോ 15 into 10 150 പ്ലസ് 12 ആവറേജ് എക്സ്റ്റേണൽ എൻക്വയറീസിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. സോ 12 into 4 48. സോ ഇതെല്ലാം കൂടെ സമ്മപ്പ് ചെയ്യുമ്പോൾ നമുക്ക് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് കൗണ്ട് 452 ആയിട്ട് കിട്ടും. ദെൻ ഫംഗ്ഷൻ പോയിൻ്റ് കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അൺഅഡ്ജസ്റ്റഡ് ഫംഗ്ഷൻ പോയിൻറ്റിനെ CF വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമുക്കിവിടെ ഡയറക്റ്റ്ലി CF വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലങ്ങളിലൊക്കെ ചെയ്തിരുന്നത് പോലെ TDI കണ്ടുപിടിക്കേണ്ട ആവശ്യം ഇവിടെ വരുന്നില്ല. സോ നമുക്ക് ഡയറക്റ്റ്ലി 452 into 1.10 which is equal to 497 എന്നുള്ള വാല്യൂ കിട്ടും. താങ്ക് യു.